ഹായ് ഗൈസ്, അപ്പോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്. സോ ഫ്രൂട്ട്സ് അവർക്ക് കഴിക്കാമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടേറെ പഴവർഗ്ഗങ്ങളുണ്ട്. മാങ്ങ, ആപ്പിൾ, ഓറഞ്ച്, ജാക്ക് ഫ്രൂട്ട്, അതുപോലെ ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് നമുക്ക് അറിയാം അല്ലെ. സോ ഇതിനകത്ത് മാങ്ങയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നല്ല പഴുത്ത മാങ്ങയിൽ ഒരു 50 ഗ്രാം ഷുഗർ എങ്കിലും കാണും. അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ഏറ്റവും മധുരം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. സോ പൈനാപ്പിളിലും ഒരു 50 ഗ്രാം ഓഫ് ഷുഗർ കണ്ടന്റ് അതിനകത്തുണ്ട്. അതായത് മൊത്തത്തിൽ ഒരു കപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം നമുക്ക് കൺസ്യൂം ചെയ്യും, അതായത് നമുക്ക് കിട്ടും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഷുഗർ ആണ് അല്ലെ. ഇതിനകത്തുനിന്ന് കിട്ടുന്നത് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഷുഗർ ആണ്. സോ അത് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാം, പക്ഷേ ഇത്രയും ഒന്നും കഴിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു മാങ്ങയാണെങ്കിൽ ഒരു കഷ്ണമോ അല്ലെങ്കിൽ 2 കഷ്ണമോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. അതുപോലെ പൈനാപ്പിൾ. അപ്പൊ ഇത്രയും മധുരം അടങ്ങിയ ഫ്രൂട്ട്സ് നമ്മള് ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല, പക്ഷെ കുറച്ച് ഇന്റർവെൽ ആയിട്ട് കഴിക്കാം. അല്ലാതെ ഒറ്റയടിക്ക് ഫുള്ള് കഴിക്കാൻ നോക്കരുത്, അല്ലെങ്കിൽ അത് കഴിക്കാൻ ശ്രമിക്കാൻ പാടില്ല. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ വർധനയാണ്. സോ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഷുഗർ കണ്ടന്റ് കൂടും. സോ അതുകൊണ്ടാണ് വളരെ കുറച്ച് കഴിക്കണം എന്നെങ്കിൽ, അല്ലെങ്കിൽ 1 കഷ്ണോ അല്ലെങ്കിൽ 2 കഷ്ണോ ഒക്കെ കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്, നമ്മളുടെ ചക്കക്കകത്തും വളരെയധികം മധുരമുള്ള ചക്കയാണെങ്കിൽ അതിനകത്തും 50 ഗ്രാം ഷുഗർ ഉണ്ട്. സോ അതും നമ്മൾ ഒരുപാടൊന്നും, ഒരു കപ്പോളം ഒന്നും കഴിക്കാൻ പാടില്ല. 1-2 കഷ്ണം കഴിക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ഇന്റർവെല്ല് കഴിഞ്ഞ് അടുത്തത് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഒറ്റ അടിക്ക് കഴിക്കരുത്. കാരണം ഇൻസുലിനൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരു കപ്പൊക്കെ ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൊണ്ട് കയറുകയും ഷുഗർ കണ്ടന്റ് കൂടുകയും ഷുഗർ റൈസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇച്ചിരിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളരെയധികം ഷുഗർ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ ഓറഞ്ച്, കിവി, പേരയ്ക്കൊക്കെ വളരെ ഷുഗർ കണ്ടന്റ് കുറവാണ്. അതുകൊണ്ട് അത് കൂടുതൽ കഴിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ ജ്യൂസ് ആയിട്ട് കുടിക്കാമോ എന്ന് ചോദിച്ചാൽ അവിടെയും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജ്യൂസിനകത്ത് മധുരം അടിച്ചായിരിക്കും ജ്യൂസ് തരുന്നത്. അതല്ലാതെ നമ്മൾ മധുരമില്ലാതെ ജ്യൂസ് ഇപ്പൊ അടിക്കുവാണെങ്കിൽ, ഇപ്പൊ ഓറഞ്ച് ഒക്കെ ജ്യൂസ് അടിച്ച് അത് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പ്രോട്ടീനും മിനറൽസും അതുപോലെ തന്നെ വൈറ്റമിൻസും എല്ലാ സാധനങ്ങളും നമ്മൾ കളയുവാണ് ചെയ്യുന്നത്. അതായത് അതിന്റെ നാരിലൊക്കെയാണ് അതിന്റെ മിനറൽസും വൈറ്റമിൻസും കാൽസ്യവും ഒക്കെ ന്യൂട്രീഷനും അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ ഈ പിഴിഞ്ഞ് അരിച്ചെടുത്ത് കളയുമ്പോൾ നമുക്ക് ഒരു ന്യൂട്രീഷനും വെള്ളത്തിൽ നിന്ന് കിട്ടുന്നില്ല. ജ്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ, ഇതൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ നമുക്ക് വാട്ടർ കണ്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാനോ, അതുകൊണ്ട് പെട്ടെന്ന് ഷുഗർ കണ്ടന്റ് കൂടും. വേറെ നമ്മളതല്ലാതെ കഴിക്കുന്ന സമയത്ത് ഇച്ചിരി സമയം എടുത്തേ കൂടത്തുള്ളൂ. നമ്മളങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പാടുള്ളതല്ല. സോ കഴിക്കാം, പക്ഷെ അത് ഒരുപാട് കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഷുഗർ പേഷ്യൻസ് ഒക്കെ പറയും പഴം കഴിക്കേണ്ട, പഴം കഴിച്ചാൽ ഷുഗർ കൂടും എന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴം നല്ലതാണ്, പഴം കഴിക്കാം. സോ ഒരു പഴമൊക്കെ ഒരു ദിവസം കഴിച്ചെന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പഴുത്ത പഴമല്ല, അതൊരു മോഡറേറ്റ് ഒന്ന് പഴുത്ത പഴമാണെങ്കിൽ ഒരു പഴമൊക്കെ കഴിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ 15 ഗ്രാം ഷുഗർ മാത്രമേ ഉള്ളൂ. സോ അത് കഴിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നല്ല പഴുത്ത പഴം മുഴുവനെ കഴിക്കാൻ പാടില്ല. സോ അത് ഒന്ന് ശ്രദ്ധിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയാനുള്ളത്. നമ്മളെ പഴുത്ത മാങ്ങ, ചക്കപ്പഴം, പൈനാപ്പിൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിക്കുന്നത് ഒരു ബൗള് മൊത്തത്തിലോ അല്ലെങ്കിൽ ഫുള്ളും കഴിക്കാതെ 1 കഷ്ണോ 2 കഷ്ണോ കഴിച്ച് കുറച്ച് ഇന്റർവെല്ല് കഴിഞ്ഞ് അടുത്തത് കഴിക്കാം. അങ്ങനെ കഴിക്കാവോ, അല്ലാതെ ഒറ്റയടിക്ക് മുഴുവനും കഴിക്കാൻ പാടില്ല. അല്ലാതെ നമ്മുടെ ഡയറ്റിൽ ഒരു ഫുൾ ഓറഞ്ച്, പഴം അങ്ങനെയൊക്കെ നമ്മൾ ഈ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ്, പേരയ്ക്ക, കിവി ഇതൊക്കെ കഴിച്ചെന്നും പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഷുഗർ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരൊക്കെ ഒന്ന് അറിയട്ടെ. കാരണം ഈ ഒരു ഒരു അവയർനെസ് ആൾക്കാർക്ക് ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവയർനെസ് കുറവായതുകൊണ്ട് ചിലര് ബാഡ് ആയിട്ട് മീൻസ് വേറെ രീതിയിലൊക്കെ ചിന്തിച്ച് കഴിക്കാതിരിക്കുന്നുണ്ട്. ചിലര് ഫ്രൂട്ട്സ് കഴിക്കാറേ ഇല്ല. സോ കഴിക്കാതെ ഒന്നും ഇരിക്കേണ്ട, നല്ലതാണ് ഫ്രൂട്ട്സ്. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ അതനുസരിച്ചുള്ള അളവ് നോക്കി കഴിക്കാം.
സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ till then it's my talk with Dr. RDSJ signing off. Thank you.